Squad, attention! Parade dismiss. രമേശ്, മേഡം, ഇവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് ഏറ്റവും കൂടുതൽ കേട്ട പേര് ഒരു ഭഗവാന്റേതായിരുന്നു. എന്താ രമേശ് അത്? ആണ്ടവൻ. ആണ്ടവൻ. പണിക്കർ എന്ന ബിഗ് ഷോട്ടിനെ വെറുപ്പിച്ചിരിക്കുന്ന ഈ ഭഗവാന്റെ പേരില് 3 4 പെറ്റി കേസ് അല്ലാതെ വേറൊന്നും രജിസ്റ്റർ ചെയ്ത് കാണുന്നില്ലല്ലോ. അതോ വന്ന് നിങ്ങൾ ഈ ഭഗവാനെ പൂജിക്കാൻ തുടങ്ങിയോ? അവനെ പിടിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കാഞ്ഞിട്ടില്ല. പേര് പോലെ തന്നെ സ്വഭാവം, തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് അന്വേഷിച്ചെന്നാലോ കാണേയില്ല. ഓഹോ, പണിക്കരുടെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് കംപ്ലൈന്റ് കിട്ടിയാ അത് വെച്ച് മൂവ് ചെയ്യായിരുന്നു. അയാൾ അത് തരാതെ എന്ത് ചെയ്യും മേഡം? എന്റെ പരിസ്ഥിതിക്കട മുത്തപ്പനാണ് ഇത് നുണ. നല്ല വെള്ളാരം കല്ല് വെച്ച നുണ. എന്തായാലും നമസ്കാരം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരും ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നവരും അവനെ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പക്ഷെ അവൻ ഈ ടൗണിൽ തന്നെ ഉണ്ട്. നിങ്ങളാരാ? അയ്യോ എന്റെ പൊന്നോട് ഞാനത് പറയാൻ വിട്ടു. ഞാൻ വെറും പണിക്കര മൊയിലാളി. പണിക്കേഴ്സ് ഗ്രൂപ്പിന്റെ ആശുപത്രിയും ടെക്സ്റ്റൈൽസും ജുവലറിയും ഒക്കെ ചുമ്മാ എടുത്തോടാ പരമേശ്വരൻ പണിക്കരെ എന്ന് പറഞ്ഞ് ആ പരമേശ്വരൻ തന്നതാണേ. അവിടെ കേറിയ ആ പന്ന കളിക്കുന്നത്. സർ, വന്ന കാര്യം പറയണം. അത് കറക്റ്റ്. ഇനി ഞാനായിട്ട് പെറ്റീഷൻ തരാത്തോണ്ട് ആ നാറിയെ പിടിക്കാനൊത്തില്ല എന്ന് പറയണ്ട. ദാ തന്നിരിക്കുന്നു. കഴിഞ്ഞ 1-2 മാസമായി എന്റെ കടകളിൽ കയറി ആണ്ടവൻ തണ്ടി. ഭഗവാനെ നിന്നെയല്ലേ കേട്ടോ, കട്ടുപിടിച്ച സകല വിവരങ്ങൾ ഇതിലുണ്ട്. മോളവൻ എങ്ങനെയെങ്കിലും അകത്താക്കണം. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നിയമന്മാര് കുറെ നോക്കിയത് അലവലാദികൾ വിട്ടി കൂഷ്പാണ്ഡങ്ങൾ. സർക്കാരിന്റെ ശമ്പളം ഞൊട്ടി നുണയാൻ ഡമ്മി കളിക്കാനും അല്ലെ ഇവന്മാരെ കൊണ്ട് കള്ളനെ പിടിക്കാറിയോ? ഈ സ്റ്റേഷനിൽ സാറിരിക്കുന്ന കസേരയ്ക്ക് മേലെ ഒരു കസേര ഉണ്ട്, CI കസേര. അവിടെ ഇരിക്കാൻ വടക്കുന്നൊരാള് പുറപ്പെട്ടിട്ടുണ്ട്. അറിയാം, പണിക്കർ എന്ന വലിയ കച്ചവടക്കാരന്റെ മകൻ ആ കസേരയിൽ ഇരിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞു. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ സാറിന് തീരെഴുതി കിട്ടിയിട്ടില്ലല്ലോ. മെടുക്കത്തിയാണല്ലോ മോളെ. അവനെ ഉണ്ടാക്കി വളർത്തി വലുതാക്കി പഠിപ്പിച്ച് സർക്കിൾ ഇൻസ്പെക്ടറാക്കി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് എടുക്കാമെങ്കിൽ ഈ സ്റ്റേഷൻ തീരെഴുതി മേടിക്കാൻ ഈ പണിക്കർക്ക് കഴിയും. കാരണവന്മാർക്ക് അടുപ്പിലും ആകാമെന്ന് കേട്ടിട്ടില്ലേ? പണിക്കരും ഒരു കാരണവരാ, ഈ ടൗണിന്റെ കാരണവര്. മെഴിച്ചു നോക്കാതെ കാരണവരുടെ പരാതി തീർത്തോട്. അല്ലെങ്കിൽ എന്റെ മോൻ വടക്കൂന്ന് വരുമ്പോ കാരണം ബോധിപ്പിക്കാൻ നീട്ടി വലിച്ചടിച്ചു കൊടുക്കേണ്ടി വരും. സല്യൂട്ട്. വിളിക്കണ്ട, ഞാൻ പൊക്കോളാം. എവിടെ യാണ്ടവന്റെ താവളം? പോലീസ് ആണ്ടവൻ എവിടുന്ന് വെച്ചാ നമ്മൾ കണ്ടില്ലാന്ന് പറഞ്ഞിട്ടാ. നീ സിനിമ നടനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അഭിനയിക്കുന്ന വേഷത്തിൽ ഇവിടേക്ക് വരണം. ഡോക്ടറെങ്കിൽ ഡോക്ടർ, പോലീസെങ്കിൽ പോലീസ്. അതെ മോളെ, ഞങ്ങൾ ഈ അമ്മയും മോനും തമ്മിൽ വെറുതെ ഒരു കാര്യം. ഈ കുടുംബത്തിൽ ഇത്തിരി കലാവാസനുള്ളത് ഇവനാ. ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് എടുത്താലുണ്ടല്ലോ അസൽ മമ്മൂട്ടിയാ ഇവൻ, മമ്മൂട്ടി. മാറി നിൽക്കത്തള്ളേ. അയ്യോ എന്റെ കർത്താവേ. മേഡം, കഞ്ചാവ്. ഹലോ, കഞ്ചാവോ? ഇതെന്നെ കഞ്ചാവല്ല, എന്ത് തടി പറ്റിയതാ? എവിടെ നട കഞ്ചാവ്? ഇതെന്റെ കഞ്ചാവല്ല. ഈ കോളിൽ കഞ്ചാവ് ആ ഒരുത്തൻ നിൽക്കണവൻ. നീയല്ലടാ ആണ്ടവന്റെ ഫ്രണ്ട് മായൻകുട്ടി. എവിടെടാ ആണ്ടവൻ? എനിക്കറിയില്ല. നീ പറയും മൈനെ. ആണ്ടവൻ എവിടെയാ? ആണ്ടവനോ? എനിക്കറിയാവുന്ന ഒരേ ഒരാണ്ടവനാ. പക്ഷേ ദേ അന്യജാതിക്കാരി ആയതുകൊണ്ട് ഞാൻ ആ പരിസരത്തേക്ക് കടക്കാറേ. കള്ളനാണ്ടവനെ നിനക്കറിയില്ല? കൊള്ളനും എന്റെ കുടിയിൽ വന്ന ചോലും കെട്ടെടുക്കും ഞാൻ, ചോലും കെട്ട്. ഈ മറിയാമ്മയുടെ ശബ്ദം കേട്ടാൽ ഈ പരിസരത്തെ ഒരു പട്ടി പോലും കുരക്കില്ല എന്റെ സാറേ. എന്റെ മോനെ അത് തെണ്ടി തിരിഞ്ഞ് കയറി വന്ന ഏതോ പുതിയ പട്ടിയായിരിക്കും. സാറന്മാർക്ക് എന്താ അറിയേണ്ടത്? മേഡം, ഇവിടെ മറ്റേ സെക്സ് വർക്കർ. നിന്റെ കച്ചവടം എവിടെ വെച്ച് തന്നെയാണോടി?
അതിപ്പോ നല്ല തിരക്കുള്ളവരാണെങ്കിൽ ഇവിടെ വരും, അല്ലാത്തവർ കൂട്ടിക്കൊണ്ട് പോവും. കളിച്ചിട്ട് വാ കേട്ടോ. സാറന്മാർക്ക് അറിയേണ്ടത് ആണ്ടവൻ എവിടെയാണെന്നല്ലേ? ഇവിടെ വരാറുണ്ട്. എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ ഒടയതമ്പുരാന് പോലും പറയാൻ പറ്റത്തില്ല. ഇനി വന്നാ തന്നെ ഞങ്ങൾ ആരും കാണിച്ചു തരാനും പോണില്ല. ഇനി ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് സംശയമെങ്കിൽ കേറി തപ്പിക്കോ സാറേ. പക്ഷേ വെറും കൈയോടെ തിരിച്ചു പോകരുതെന്ന് മാത്രം. രാത്രി നേരത്തെ സരസ്വനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ ഏമ്മമാര് തേനലിക്കുന്ന വർത്താനാ പറയാറ്. അത് മറക്കല്ലേ. നിന്നെയൊന്നും തൊടാൻ പറ്റില്ലല്ലോ, നീ വലിയ യൂണിയൻ മെമ്പർ ആയി പോയില്ലേ. ഏമാനിപ്പൊ തൊട്ട് നോക്കണമെന്നുണ്ടോ? ഞാൻ റെഡിയാ. മര്യാദക്ക് സംസാരിക്ക. പോലീസ് അന്വേഷിക്കുന്നവരെ ചേരിയിൽ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാ സൂക്ഷിച്ചോ. സകലരും കേറി ഇറങ്ങിയിട്ട് വരും സ്റ്റേഷനിലേക്ക്. വരണം. വളയിട്ട കൈ കൊണ്ടാണെങ്കിലും ഇടിക്കൊരു മയം ഉണ്ടായില്ല. എന്തിനാണ് മോനെ നീ ഇങ്ങോട്ട് വന്നത്? നിന്നെ അന്വേഷിച്ച് പോലീസ് എങ്ങാനും വന്ന? നീ ഇവിടെ ഇരിക്കേ. നീ പോയി ഒരു ചായ എടുക്ക. നീ ചായ കുടിച്ചതല്ലേ? പിന്നെ സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്ന് വെറുതെ പറയാ. ഇത്തിരി കോളം കഞ്ചാവ് സൂക്ഷിച്ചേനാ അപ്പുറത്തെ ഭാസ്കരനെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തുറ്റിക്കളിക്കണത്. പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. അടിക്ക് കുറവില്ലെങ്കിലും തെറിക്ക് കുറവുണ്ട്. അതാ ഒരു സമാധാനം. നിന്നെ അവർ ഒരുപാട് തല്ലുവേടാ. ഒരു പുറമെ തല്ലി ചതക്കാനല്ലേ അവർക്ക് പറ്റൂ. ചങ്ക് കുത്തി പറിക്കാനൊന്നും പറ്റില്ലല്ലോ. അതിനകത്തിലുള്ള നീയുള്ളത്. ചത്താലും ഞങ്ങളൊറ്റില്ല. ഇതവളുടെ ആദ്യത്തെ അവസാനത്തെയും വരവാ. ഇനി നിങ്ങളെ തല്ലാൻ അവളുടെ കൈപ്പുമില്ല. ഉറപ്പാണ്. മിഴിച്ചേക്കാതെ ആവി കുറയ്ക്കടി. എടി കുറയ്ക്കാൻ എന്റെ അണ്ടാകാൻ വരെ പൊള്ളുന്നു. അവരത് ചെയ്യില്ല പണിക്കരെ. ഇടയ്ക്കൊക്കെ ഇത്തിരി ചൂടും വേവുണ്ടാവുന്നത് നല്ലതാ. പോലീസിന്റെ ഇടികൊള്ളൻ ആ പാവങ്ങളും ആദ്യം പിടിച്ച് രക്ഷിക്കാൻ ഈ പണിക്കരും അത് കലക്കിണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി അങ്ങോട്ട് വന്നാലോ? അയ്യോ എന്റെ പൊന്നാണ്ടവ, ഒന്ന് നിർത്ത്. ഇനി ഞാൻ ഉടഞ്ഞു പിന്നെ ഉപ്പിട്ട് കൊരിയാ മതി. പുതിയ SI ചാർജ് എടുത്ത ദിവസം തന്നെ താൻ ചേരിയിൽ ഇറക്കി റെയ്ഡ് നടത്തിയല്ലേ? അവിടെ വന്ന് ഷൈൻ ചെയ്യാൻ താൻ പറഞ്ഞയച്ച ആ പെമ്പർനോർത്തിക്കുള്ള മിഠായി ഞാൻ കൊടുക്കണ്ട്. പക്ഷെ ഇനി പോലീസുകാരോ ഗുണ്ടകളോ ചേരിക്കാരുടെ മെക്കെട്ട് കയറി കുമ്മി കളിക്കാൻ വന്നാൽ ദേ പണിക്കരെ, ഇത് അവസാനത്തെ വാണിങ്ങാ. അല്ലെങ്കിൽ പടച്ച തമ്പുരാനാണ്. പാടുപെടും, പെടാപ്പാടുപെടും. എന്തപ്പത് പതിവില്ലാണ്ടൊരു വെളിച്ചം? വാ തുറക്കാൻ എന്താണോ തന്റെ തൊണ്ടയുടെ ഓട്ടയിറങ്ങു പോയോ? ഈശ്വര, ഇവിടെയും താമസക്കാരെത്തിയോ? അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഇപ്പൊ മുഴുവൻ മരുന്നും താൻ കുടിക്കണ്ട. തന്റെ സൂക്കേട് പെട്ടെന്ന് മാറും. അത് ശരിയാവില്ലല്ലോ. ചന്ദ്ര, അച്ഛന് മരുന്ന് കൊടുത്തല്ലോ അല്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഞാനിത് മുടക്കോ? സോറി അച്ഛാ, ഇത്തിരി ലേറ്റായി. ജോയിൻ ചെയ്ത് നേരെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും വന്നു ഓരോ മാരണങ്ങള്. പക്ഷെ ഇന്ന് ശരിക്കും അച്ഛന്റെ മോളുടെ ദിവസമായിരുന്നു. ദ ഡേ ഓഫ് ഇൻസ്പെക്ടർ ശ്രീരേഖ. അപ്പൊ ഇന്ന് മുതൽ കള്ളന് കാവല് പോലീസായി നർത്തം. സ്റ്റേഷനിൽ ആദ്യത്തെ വിസിറ്റർ ആരാണെന്ന് അറിയോ? പഴയ പണിക്കര് സാറ്. എന്റെ കണ്ണു വല്ലതും കണ്ടാവോ? അയാൾക്കൊരു മകനുണ്ടായിരുന്നില്ലേ അച്ഛാ? അയാൾ ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറി വരുന്നു. വിത്ത് പ്രൊമോഷൻ. CI.
വേണ്ട രീതിയിൽ ഫേവർ ചെയ്ത് നിന്നില്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന ഭീഷണി. ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞു. അത് കലക്കി. ചായ. എന്നിട്ടായിരുന്നു റിയൽ പെർഫോമൻസ്. ആണ്ടവന്റെ ഒളിത്താവളം ഉണ്ടല്ലോ ചേരി, അവിടെ ഒരു റെയ്ഡ്. ആണ്ടവന്റെ ശരിക്കുള്ള താവളത്തിലെ മോളെ നീ ഇപ്പൊ കയറി കഞ്ഞി വെക്കുന്നത്. അച്ഛൻ നോക്കിക്കോ, ഒരു കാര്യം ഉറപ്പാ, അവൻ എവിടെ കയറി ഒളിച്ചാലും ഒരു ദിവസം എന്റെ കയ്യിൽ പെടും. പെടും, നീ പെടാപ്പാട് പെടും. ഞാൻ ഈ വീടിന്റെ മോളിൽ തന്നെ ഉണ്ട് മോളെ. എന്റെ ആദ്യ ദിവസം ഞാൻ മോശമാക്കിയില്ലല്ലോ ഗംഗാധരൻ പോലീസ്. ഇന്ന് പൗഡർ ഇട്ടില്ലേ ചന്ദ്ര? അച്ഛന്റെ പുറത്ത് പൗഡർ ഇട്ടില്ലേന്ന് മറന്നു. ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യില്ല. ഇനിത്താ ഇങ്ങോട്ട് വരാൻ. പതുക്കെ. ദേവരുടെ സ്വത്തും വരുമാനവും ദേവസ്വത്തിലേക്കുള്ളതാ. അന്ന് വെച്ചാ അമ്പലത്തിന്റെ നടത്തിപ്പിന്. അത് പണിക്കർക്കും കുടുംബത്തിനും വെട്ടിവിടുങ്ങാനുള്ളതല്ല. അവരോട് തേവര് തന്നെ ചോദിച്ചോളൂ. നിങ്ങൾ നാളെ കോടതിയിൽ സാക്ഷി പറയാനൊന്നും പോണ്ട. ഇനി അതിന്റെ പേരിൽ ഈ വീട്ടിനോട് ഇറങ്ങി പോകേണ്ടി വരും. ആയിക്കോട്ടെ ഭവാനി, കടത്തിനെ കിടന്ന് ഉറങ്ങിയാലും വേണ്ടില്ല. കള്ള് കാച്ചോടം പോലെ തന്നെ അമ്പലമൊന്നും വിചാരിക്കാൻ പാടില്ല. സ്റ്റേഷനിലേക്ക് കൊത്തിക്കൊത്തി നീ അമ്പലത്തിൽ കയറി കൊത്താൻ തുടങ്ങിയല്ലടാ. സാർ എന്തായി പറയുന്നേ? ആഹാ, പൊട്ടം കളിക്കാ. അയ്യോ, അങ്ങേര് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങേര് കൊണ്ടുപോകരുത്. ഭഗവാന്റെ തിരുവാഭരണം മോഷ്ടിച്ചത് പോരായിരിക്കും. മോനെ, ഈ അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛന്റെ അവതാരത്തിൽ പഠിക്കുകയും താമസിക്കുകയും ചെയ്തിട്ട് നീ എങ്ങനെ വലിയ ആളാണ്ടട്ടാ കള്ളന്റെ മോനെ. വേണ്ട മുരുക, വേണ്ട. മൊട്ടയെന്ന് വിരിഞ്ഞില്ല, അപ്പോഴേക്കും തന്തയുടെ പണി തുടങ്ങി. അല്ലടാ നായിന്റെ മോനെ. എന്താ സാറേ ഈ കാണിക്കുന്നത്? എന്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത്? ആഹാ, അത് ശരി. അപ്പൊ മോന്റെ കൊളവധികാരൊന്നും അറിഞ്ഞില്ല. എവിടെയാ സ്കൂൾ ബാഗ്? മോനെ മോനെ. ആഹാ, ഇയാള് കൊള്ളാമല്ലോടാ. മോനെ. ഇതെവിടുന്നാടാ? എനിക്കറിയില്ല അമ്മേ. പണിക്കരുടെ മോന്റെ മാലയായത്. ഇത് മോൻ കെട്ടതോ അതോ തന്ത ചട്ടത് കൊണ്ട് മോനെ കൊണ്ട് കട്ടടിപ്പിച്ചതോ? പറയടി. ആ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ദുർഗുണ പരിഹാര പാഠശാലയിൽ കഴിഞ്ഞ ഓരോ രാത്രിയും ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. നല്ലവനാകാനുള്ള 3-4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ മുരുകൻ ലോകത്തിന്റെ മുമ്പിൽ പയറ്റി തെളിഞ്ഞ കള്ളൻ. എന്നാര് വേണേ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് അറിഞ്ഞോട് നിന്നെ. നീ വാ. ഇല്ലമായ കുട്ടി, എന്റെ നഷ്ടങ്ങൾ വലുതാ. എനിക്ക് കണക്ക് തീർക്കാനുള്ള ഒരാൾക്ക് ദൈവം നേരിട്ട് കൊടുത്തു. കടപുഴകി വീണില്ലേ ഗംഗാധരൻ പോലീസ്? ഇനിയുള്ളത് അവരാ. ആ പക ഒറ്റത്തച്ചിന് തീരില്ല. പണിക്കിരും മക്കളുമാണ് ശരിക്കുള്ള പെരുങ്കള്ളന്മാരെന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തും വരെ ആണ്ടവൻ കക്കും. അവരെ ഞാൻ കട്ടും മുടിക്കുമായിനെ. കള്ളനെന്ന പേരിന്റെ സങ്കടം എന്താണെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. നീ ഒലത്തും. ജീവനോടെ നിർത്തി പുഴുങ്ങുമ്പോഴുള്ള വെപ്രാളം ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അച്ഛനൊന്ന് ക്ഷമിക്ക്. എന്തായാലും എന്തു അപ്പൊ പിന്നെ 6 വരെ കാക്കണോണ്ട് എന്താ കുഴപ്പം? ഇതെനിക്ക് വിട്ടേക്ക്. കുറെ കാലം അച്ഛൻ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങി പോലീസുകാരും ഗുണ്ടകളും ഒത്തുപിടിച്ചതല്ലേ. എന്റെ കുഴി വന്ന് വീഴാൻ അവന് യോഗം. ഞാൻ ഒരു സാക്ഷ്യം പറയട്ടെ, അവനെ അങ്ങ് ഫിനിഷ് ചെയ്യാം. എന്താ അച്ഛന് പേടിയുണ്ടോ? പണ്ടെങ്ങാണ്ട് മുമ്പിൽ ചെന്ന് വിട്ടപ്പോ ഇവന്റെ ഒരു വാരിയല്ല ഇളക്കി വിട്ടതാ ആണ്ടവൻ. കറക്റ്റ്. കുനിഞ്ഞ് ഷൂസിന്റെ നൂല് കിട്ടുമ്പം ഇപ്പോഴും വരുവനാ വേദന. അതെ. അയ്യോ, മൊബൈൽ അടിക്കാനോ അർമാന്തിച്ച് കിടക്കാനോ അല്ല നിന്നെ കൊണ്ട് എന്താടാ പ്രയോജനം? എന്റെ പറശ്ശിനിക്കട മുത്തപ്പ.
എല്ലാ പണക്കാരുടെ വീട്ടിലും നീ എന്തിനാ ഇതുപോലെ ഒരെണ്ണത്തിനെ പറഞ്ഞു വിടുന്നത്? എന്റെ പൊന്നുമോൻ ഷർട്ടും പാന്റും ചുള്ളിക്കണ്ടിട്ട് അങ്ങോട്ട് മാറിയുന്ന മൊബൈൽ അടിക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇവൻ ഏത് നേരത്തെ സദാശിവ ഒരുപാട് പേരുടെ കാല് പിടിച്ചിട്ടാ നിന്നെ ഇങ്ങോട്ട് മാറ്റി കിട്ടിയത്. അപ്പോഴേക്കും ഇടയ്ക്കേറി വന്നില്ലേ ഒരു വനിതാ ഇൻസ്പെക്ടർ ശ്രീരേഖ, മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന സത്യവതി. പരാതി കൊടുക്കാൻ ചെന്നപ്പോ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അറിയാം, അവള് ഗംഗാധരൻ പോലീസിന്റെ മകളല്ലേ? ആ, തന്തയുടെ ഉശിരൽപ്പം കാണും. ഇപ്പോഴാ മത്സരത്തിന്റെ സർക്കിൾ പൂർത്തിയായത്. ചെറുപ്പം മുതൽ എനിക്ക് അവനിവിടെ അവളുണ്ട്. ഇപ്പോ ഇവിടെയും. സീമനെ അത്താഴം മുടക്കാൻ നീർക്കോലിയും മതി. അതെ, പക്ഷേ വെറും നീർക്കോലിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താലോ? അതും പട്ടാപ്പകല് 4 പേരെ കാണുകെ. ശരി സർ. മാഡം, ഗീതാ തിയേറ്ററിൽ ഷോ നടത്താൻ ആരൊക്കെ സമ്മതിക്കില്ല എന്ന് പരാതിയുണ്ട്. കമോൺ. എന്താ പ്രശ്നം? 50 ഫ്രീ ടിക്കറ്റ് ചോദിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മാനേജർ തല്ലു. ഇപ്പൊ ആർക്ക് ടിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് കൗണ്ടറിന് മുമ്പിൽ ഇരിക്കുക. ജീപ്പി കയറാൻ. ഇത്രേ ഉള്ളൂ നിങ്ങൾ പെണ്ണുങ്ങൾ. എല്ലാം കഴിഞ്ഞ് വെറുതെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കാൻ മാത്രം പറ്റും. അതാദ്യം മനസ്സിലാക്ക്, എന്നിട്ടിറങ്ങിപ്പോ സാഹസത്തിന്. താനിപ്പോ അവിടെ ചെന്ന് നടത്തിയ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിന് ക്രമസമാധാന പാലനം നല്ല പറയാ. SI എന്ന ഹുങ്കുകൊണ്ടുണ്ടായ വങ്കത്തരം. സർ, എന്റെ കൂടെ വേറെയും ഉണ്ടായിരുന്നു പോലീസുകാര്. നാട്ടുകാരിൽ ഒരാളായി മിഴിച്ചു നിന്നതല്ലാതെ ഇവരാരും ഒരു ചെറുവിരൽ പോലും അനക്കില്ല. എനിക്ക് ഈ വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഉണ്ടോടോ? പഴയ പോലീസേ. തന്നെ കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം, മലവും കൊരണം, മരുന്നും തരണം. അതും പോരാഞ്ഞ ശരീരമാസകലം തിരുമ്മണം. തിരുമാടോ, ഞാൻ ശരിക്കും തിരുമാടോ. ഇത്രയൊക്കെ ചെയ്തിട്ടും വെറും 100 രൂപ ശമ്പളം കൂടുതൽ ചോദിച്ചപ്പോ തന്റെ പുന്നാരമോക്ക് തരാൻ മേല. അവിടെ പോലീസ് ആയെങ്കിൽ ഞാൻ പൗരനാടോ, അധ്വാനിക്കുന്ന തൊഴിലാളി പൗരൻ. എന്റെ അവകാശങ്ങൾ സാധിച്ചു കിട്ടും വരെ തന്നെ ഞാൻ ഇങ്ങനെ 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 നന്നായിട്ട് ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കുമടാ കിഴങ്ങാരം പോലീസേ. ഇവനാള് കൊള്ളാലോ. എന്നോടാ കളി. തന്റെ മോള് കാശ് തന്നില്ലെങ്കിൽ എന്താ? തനിക്കുള്ള മരുന്നിന്റെ വകയില് എനിക്കുള്ള മരുന്ന് പുശാല്ല. അയ്യോ, യമന് മരുന്ന് തന്നില്ലല്ലേ? ഇപ്പൊ തരാം, ശരിയാക്കി തരാമേ. ആയുർവേദം മണ്ണിന്റെ മരുന്നായതുകൊണ്ട് ഇതിലൽപ്പ ചെളിയിരിക്കുന്നത് നല്ലതാ. എന്നാ തേവ്. ദൈവമേ, ഇന്നത്ര നേരത്തെ കിട്ടിയെടുത്തു. അയ്യോ, സോറി, മണം കിട്ടാതിരിക്കാനാ. അങ്ങനെ അങ്ങനെ ഓ, ഇന്നത്തെ പെടാപ്പാട് കഴിഞ്ഞു. ഒരു വിധത്തില് മരുന്ന് കുടിപ്പിച്ചു. ഒരു നക്ഷത്രം തോളിൽ കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അയാളുടെ വീട്ടുവേലക്കാരി ആവാനൊന്നും പോണില്ല. പണിക്കർക്കും അയാളുടെ മകനും ടൈസൺ ജോർജിനെ സംരക്ഷിക്കണമായിരിക്കും, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. അത് ശരി. അപ്പൊ മോള് നമ്മുടെ പക്ഷത്താണല്ലേ? ആയ കാലത്ത് അച്ഛൻ അയാളെ സേവിച്ചതിന്റെ കൂലി ഇപ്പൊ അയാൾ എനിക്ക് തരുന്നുണ്ട്. പണിക്കരുടെ സപ്പോർട്ട് ഇല്ലാതെ ടൈസൺ ജോർജ് എന്റെ നേരെ കൈ ഉയർത്തില്ല, അത് ഉറപ്പാ. ഓഹോ, അപ്പൊ അങ്ങനെ ഉണ്ടായോ? എന്റെ ആണ്ടവാ, ഭഗവാനെ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചകത്താക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. അച്ഛൻ നോക്കിക്കോ, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഞാൻ ചിലത് പ്രൂവ് ചെയ്യും.
ഉറപ്പ്. ഈ പാവം പെൺകുട്ടിനെ ഇത്രയും സങ്കടപ്പെടുത്തിയ സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു മിഠായി തരും ടൈസ. പരുത്തിപ്പാറ ദേശം പിലാക്കണ്ടിയിൽ തോമാച്ചൻ മകൻ ടൈസൺ ജോർജ് എന്ന ജോർജ് കുട്ടി വയസ്സ് 35, തൊഴിൽ കൂലിത്തല്ല്, ചാരായം മാറ്റി, സ്പിരിറ്റ് കടത്ത്, പെണ്ണുപിടി ചെയ്യാൻ ഇദ്ദേഹം തന്നെയല്ലേ? ആണെങ്കി മോനെ നിന്നെ ഇടിച്ചു വീഴ്ത്താൻ ഞാൻ പാടുപെടും. ഇതാ ഇവന്റെ ഒക്കെ ഒരു ബാക്കിയിടായാലോ നിന്റെ അപ്പം എന്ന് പറയടാ. എന്റെ ടൈസൺ നമ്മൾ തമ്മിൽ എന്തിനാ പൂസിനെന്നൊന്നും അറിഞ്ഞിരിക്കണ്ടേ? ഇവൻ ഈ പറഞ്ഞ മാതിരി കാര്യം ആണ്ടവനൊരു കള്ളൻ തന്നെയാ. പക്ഷെ കേരള പോലീസിനോട് ഈ കള്ളനൊരു ബഹുമാനുണ്ട്. മര്യാദക്ക് ജോലി നോക്കാൻ വന്ന ചുണക്കുട്ടിയായ ഒരു പോലീസുകാരിയെ നീ പട്ടാ പകല ചെറ്റപ്പനക്കർക്ക് വേണ്ടി മാനം കെടുത്തി. അത് തെറ്റല്ലേ? അപ്പൊ അതിനൊരു ചെറിയ മിഠായി ഞാൻ തരണ്ടേ ടൈസ? ചന്ദ്ര, പുറത്തെന്താ വീണ പോലെ നോക്ക്. ദൈവമേ, ഇതെന്താ? എന്താ ചന്ദ്ര? എന്താ ഇത്? അഴിക്ക്. ഞാനോ? അഴിക്കാം. ദൈവം തമ്പുരാൻ നേരിട്ട് കൊറിയർ സർവീസ് തുടങ്ങിയ ആണ്ടവന്റെ സമ്മാനം. Bring him. സംശയിക്കേണ്ട സർ. ടൈസൺ ജോർജ്. സാറ് ക്ഷമിക്കണം, ഞങ്ങൾ ഇവനെ ഒന്ന് നന്നായി പെരുമാറി. അറിയാം സർ, കസ്റ്റഡിയിലെടുത്ത പ്രതികളെ തല്ലാൻ പാടില്ലെന്ന് അറിയാം, പ്രത്യേകിച്ചും ഇവനെ പോലുള്ള ഗുണ്ടകളെ. പക്ഷെ ചെയ്തു പോയി. പിന്നെ ഇവന്റെ പേരിലുണ്ടായിരുന്ന ചില പഴയ കേസുകൾ കൂടി ഞാൻ പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനും തീരുമാനിച്ചു. പരിധികൾ ലംഘിക്കാനാണ് സർ സുഖം. കമോൺ.
പെടുത്തിക്കളയരുത്. ഉണ്ടാവൻ. നീ പൊക്കോ. വേണ്ട, ഉണ്ടത്തി ചേച്ചി അകത്ത് എന്നിട്ട് പോലീസിനെ വിളിക്കാനാ പരിപാടി തോന്നി, അത് വേണ്ട. അവര് വന്ന് നോക്കുമ്പോ പണിക്കര് സാറിനെ കാണാനായിട്ട് പാണ്ടിലോറി കയറി ഇറങ്ങിയ പോലെയോ പ്ലെങ്ങിട്ട്. അപ്പൊ പണിക്കര് മുതലാളി എപ്പോഴാ ഇവിടെ പകൽ കൃഷി തുടങ്ങിയത്? രാത്രിയിലായിരുന്നല്ലോ പതിവ്. അല്ല, അതിൽ തെറ്റു പറയാനില്ല. മക്കളൊക്കെ തെങ്ങടിച്ച പന വീഴുന്ന പ്രായത്തിലായി. ഉണ്ടായിരുന്ന ഭാര്യയോട് സ്നേഹം കൂടിയപ്പോ വയറ്റിൽ ഇങ്ങനെ വെറുതെ ചവിട്ടിയ കൊന്നു. അപ്പോ പണിക്കർക്ക് ആരെയും ഇത്തിരി പ്രന്യാസം ഉണ്ടാവുന്ന ആണ്ടവൻ അറിയാം, ജോറായിട്ട് അറിയാം. ഇത് പോട്ടെ, പക്ഷെ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വഴിയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തി ഗുണ്ടകളെ കൊണ്ട് നാണം കെടുത്തി പ്രന്യാസം തീർക്കണ ഏർപ്പാടുണ്ടല്ലോ, അതിന് വേണ്ട. അങ്ങനെ ചെയ്തെടുത്തപ്പോ കോടതിയിൽ ശിക്ഷയും കാത്ത് നിൽക്കാവും തന്റെ വലം കൈ ടൈസൺ ജോർജ്. ഇത്രയും കാലം തന്നെ ഞാൻ വളരാൻ വിടുമായിരുന്നു. വെട്ടുമ്പോ കാതിലുള്ള മരം വെട്ടോന്ന സുഖം. ഇനി ആണ്ടവൻ വെട്ട് തുടങ്ങാൻ പോവാ. ഈ നാടിനെയും നിയമത്തെയും പറ്റിച്ച് താനും മക്കളും കൂടി കളിച്ച മുഴുവൻ കളികളും ഞാൻ വെട്ടിക്കരി പുറത്തിടും. നീ പാടുപെടും മോനെ, പാടുപെടും. മനുഷ്യനെ പ്രാന്തടിപ്പിക്കാൻ. നീ ഇങ്ങനെ ചെങ്കീരി കലക്കവെള്ളം മോന്തറ പോലെ പിന്നെയും തേവാതെ എന്തെങ്കിലും ഒന്ന് വാതർന്ന് പറ. ഓ, അച്ഛനൊന്ന് പിടയ്ക്കാതിരിക്കെ. ഞാൻ പിടയ്ക്കൂടാ. ജയിലിൽ കിടന്ന് അഴി എണ്ണി കൊഴയണത് എന്റെ വലം കൈയായ ഒരുത്തരാ. നീ നിന്റെ അനിയനകത്തായാലും ഞാൻ ഇത്ര പിടക്കില്ല. പോലീസുകാർ പഠിച്ച പണി 18 നോക്കി. ആണ്ടവനെ കിട്ടിയോ? കിട്ടിയില്ല. അവൻ എന്റെ അടുത്ത് വരുന്നു, വിലാസിന്റെ അടുത്ത് വരുന്നു. അച്ഛനത് ഏത് വിലാസിന്റെ കാര്യം പറയുന്നത്? ഏത് പെണ്ണാക്കാണ്? നമ്മുടെ കുന്നുപുറത്തെ വിലാസിനി. അച്ഛൻ എന്തിനാ അവിടെ പോയത്? മേലനെങ്കിൽ പണിയാത്തവന്റെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ, ഉണ്ട കണ്ട് 2 കുത്തി പൊട്ടിക്കും ഞാൻ. ഓയ് മൊബൈൽ ഫോണിൽ SMS വിട്ട് കളിക്കടാ തെണ്ടി. വിലാസിനി ആരെന്ന്? അച്ഛന്റെ തിരുമല കേന്ദ്രത്തിൽ എല്ലാ വർഷവും എണ്ണപ്പാത്തിയിലിട്ട് ഉരുട്ടിയും ചവിട്ടി ഒഴിഞ്ഞും വളർത്തിയെടുത്ത ടൈസന്റെ ദേഹത്ത് ഒരു പോർല് വീഴ്ത്താൻ ഡിപ്പാർട്ട്മെന്റിലെ കൊടവേറി ചാടിയ പോലീസുകാരും ഇൻസ്പെക്ടർ വേഷം കെട്ടിയ വേറെ ഒരു പെണ്ണും പോരാ. SI ശ്രീരേഖ ഒരു പാവക്കൂത്ത് കളിക്കാ. ചരട് മുഴുവൻ അവന്റെ കയ്യിലും. ആണ്ടവന്റെ. അപ്പൊ അവൻ അവൾ ഒന്നായോ? ബെസ്റ്റ്, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. ഒരു കള്ളനും പോലീസും അപ്പുറത്ത്, വേറൊരു കള്ളനും പോലീസും ഇപ്പുറത്ത്. അപ്പുറത്ത് പോടാ മൊബൈൽ മോനെ. സദാശിവ, അവരൊന്നിക്കട്ടെ. അവന് വേണ്ടി ന്യായം പറയാൻ അവള് കൂടെ വേണം. പണ്ട് മുതലേ ഞാൻ ചതിച്ചും പറ്റിച്ചും മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ആ കളി ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ലെന്ന് അവൾ കൂടി അറിയണം. അതിനുള്ള ഗ്യാപ്പ് കിട്ടുമോന്നാ എന്റെ പേടി. പരമേശ്വര പണിക്കർക്ക് മുട്ടുപറയ്ക്കാൻ തുടങ്ങിയല്ലേ? പിന്നെയും പണി കിട്ടിക്കൊണ്ടിരിക്കല്ലേ മോനെ? അതിന്റെ മുഴുവൻ കണക്കും അവൻ പറയും. എണ്ണി നമ്മൾ പറയിക്കും. നീതിന്യായ കോടതിയിലല്ല, പണിക്കർ ഗ്രൂപ്പിന്റെ ഈ കോടതിയിൽ. അവനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ഇനി ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക്. അവൾക്ക് മുമ്പിൽ വെച്ച് അച്ഛൻ പറയും അവനുള്ള വിധി. ചെയ്ത ഓരോന്നിനും പരമാവധി ശിക്ഷ മാത്രം വിധിക്കുന്ന നമ്മുടെ മാത്രം വിധി നടത്തിപ്പ്. എന്താ പോരെ?